പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നോമ്പുകാല തിരുവചന ധ്യാനം 34-ാം ദിവസം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യേശു തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. എന്താണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവരാജ്യം ശിശുക്കളെപ്പോലുള്ളവരുടേതാണ്. ഇവിടെ ശിശു ദൈവാശ്രയത്തിൻ്റെയും സ്വീകാര്യതയുടെയും പ്രതീകമാണ്. അവർക്ക് നാം ഒരു ചെറിയ ജീരകമിഠായി കൊടുത്താൽ പോലും അത് അമൂല്യമായി സ്വീകരിക്കും. ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവാശ്രയ ബോധത്തോടെ ദൈവരാജ്യത്തെ അമൂല്യമായി കരുതി സ്വീകരിക്കുന്നവർ എന്നർത്ഥം. അങ്ങനെയുള്ളവർക്കേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. യേശുവിലൂടെ സംജാതമായ ദൈവരാജ്യത്തെ അവഗണിക്കുകയും നിസ്സാരമായി കരുതുകയും ചെയ്യുന്ന യഹൂദർക്കെതിരെയാണ് യേശു പ്രതികരിക്കുന്നത്. യേശു ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ദൈവാശ്രയ ബോധമുള്ളവരെയും ദൈവരാജ്യത്തെ അമൂല്യമായി കരുതുകയും ചെയ്യുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകമാണിത്. പ്രിയമുള്ളവരെ, വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഇത്തരുണത്തിൽ നോമ്പിൻ്റെ കടന്നുപോയ ദിനങ്ങൾ നമുക്ക് നൽകിയ പ്രധാന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് വിശുദ്ധ വാരത്തിലേക്ക് നല്ല ഒരുക്കത്തോടെ പ്രവേശിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇതുവരെയുള്ള നോമ്പുകാല തിരുവചന ധ്യാനങ്ങൾ നമുക്ക് നൽകിയ പ്രധാന സന്ദേശങ്ങൾ: 1. ദൈവസ്നേഹത്താലും വചനത്തിൻ്റെ അതുല്യ ശക്തിയാലും പ്രലോഭനങ്ങളെ ജയിച്ച് വിശ്വാസത്തിൽ ശക്തിയാർജിച്ച് വളരുക. 2. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. 3. പുണ്യങ്ങളിൽ വളർന്ന് പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും കീഴടക്കുക. 4. ദൈവിക അറിവിലും ദൈവജ്ഞാനത്തിലുമുള്ള വളർച്ച. 5. പ്രാർത്ഥനാ ധ്യാനത്തിലുള്ള വളർച്ച. 6. മുന്തിരിച്ചെടിയോട് ശാഖകൾ എന്ന പോലെ യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുക. 7. സഹനങ്ങളോടുള്ള രക്ഷാകര സമീപനം. 8. യേശു പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നാം യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കണം. അങ്ങനെ യേശുവിൻ്റെ ആനന്ദം നമ്മളിൽ കുടികൊള്ളാനും നമ്മുടെ ആനന്ദം പൂർണ്ണമാകാനും ഇടയാകണം. 9. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കും പരിപൂർണതയിലേക്കുമുള്ള വളർച്ച. 10. ദൈവസ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും വളർന്ന് ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലുള്ള ജീവിതം. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാല തിരുവചന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ തക്ക വിധം ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിൽ നമുക്ക് നിരന്തരം ധ്യാനിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യ